അപ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വലിയ ഈസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഓപ്ഷൻസ് ഇതൊന്നും തൊടരുതെന്ന് തന്നെ പറയും. എന്തിനാണ് നെവർ ഡു ഇറ്റ്, ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്, നെവർ ഡു ഇറ്റ്. അങ്ങനെ കമൻറ്റ് വരാറുണ്ടോ, ഇതൊന്നും ഇമ്പോസിബിൾ ആണ്, 100 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ 1 കോടി ആകാനാണ്. ഞാനങ്ങനെ പറയാറുണ്ട്, ഡെയിലി 100 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മാസം 3000 അല്ലെങ്കിൽ ഒരു 5000 വെച്ചിട്ടിട്ട് ഒരു 25 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോൾ അത് 1 കോടി രൂപയാകും എന്ന് പറയാറുണ്ട്. 5000 റുപ്പീസിന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തവന് 50 ലക്ഷം കൊടുത്താലും അവൻ കാശ് ഉണ്ടാക്കില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇസ് ഫൈൻ, സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഓൾസോ ഫൈൻ. പക്ഷേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇഫ് യു ആർ വെരി സീരിയസ് ഓൺ ടു ഇറ്റ്, ഫുള്ള് പഠിച്ചിട്ട് പൈസ ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ആ പൈസ ഉള്ളത് പോകും. ഹായ് ഓൾ, ഇന്ന് എൻ്റെ കൂടെ പോഡ്കാസ്റ്റിൽ ഒരു അടിപൊളി ഗസ്റ്റാണുള്ളത്, സനൂപ് സിദ്ദിഖ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് യൂട്യൂബിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ കണ്ട വീഡിയോയുടെ ഉടമയാണ്. വളരെ സീനിയറായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസറാണ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അങ്ങനെ പല രീതികളിലും കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ വളരെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് സിദ്ദിഖ്. വെൽക്കം. താങ്ക് യു സുനിൽ. താങ്ക് യു. അപ്പോൾ സിദ്ദിഖിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആക്ച്വലി ട്രേഡറാണോ അതോ ഇൻവെസ്റ്ററാണോ അതോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററാണോ, എന്താണ് സനൂപ് ശരിക്കും? ഇൻവെസ്റ്ററാണ്, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ട്രേഡിംഗ് പേഴ്സണലി കുറച്ച് ചെയ്യുമായിരുന്നെങ്കിലും അത് ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല. അത് നേരത്തെ ചെയ്തതാണ്, കുറച്ച് പൈസയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇത് ചെയ്യാറില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യാറില്ല. മലയാളത്തിൽ നമുക്ക് 2015-17 കാലഘട്ടങ്ങളിലൊക്കെ ഒട്ടും വീഡിയോസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സനൂപൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ ആകെ വീഡിയോസ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് വീഡിയോ കാണുന്നവരും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊറോണയ്ക്ക് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ വീഡിയോ കാണുന്നവരും തമ്മിലുള്ള വളരെ ഒരു വ്യത്യാസമുണ്ട്. ആദ്യമൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോ ഉള്ളെങ്കിലും അതെല്ലാം നല്ല വീഡിയോസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് മൊത്തം പ്രൊമോഷണൽ മെസ്സേജസും അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് വീഡിയോസും ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് എല്ലാവരും ഇടുന്നത്. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഡെഫിനറ്റ്ലി. കാരണം ഒരുപാട് ചില വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ആവും. അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പല ആൾക്കാരും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പല ട്രാപ്പിലും പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് ഇത് ലോസ് ഉണ്ടാക്കുന്ന ആൾക്കാർ പലപ്പോഴും പല ആളുകളും അവർ പറയൂല ഈ കാര്യം. കാരണം നാണക്കേടുള്ള കാര്യമാണ്, എനിക്ക് പറ്റി ഞാനത് പുറത്ത് പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് കാരണം ഒരുപാട് ഫിനാൻഷ്യൽ വീഡിയോസ് ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുത്തിട്ട് മാത്രം ഫാക്ട് ചെക്ക് എപ്പോഴും ചെയ്യാം. ഇപ്പോൾ സെബിയും ഇപ്പോൾ അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ രജിസ്റ്റർ സെബി ആയിട്ടുള്ള അഫിലിയേറ്റ് ചെയ്യണ കമ്പനീസ് ഒന്നും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഇതാവരുത് എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഗ്രേ ഏരിയയാണ്. ഇപ്പോഴും അതൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണത് എനിക്ക് തോന്നണില്ല ഇപ്പോഴും അത് ആണോ എന്നുള്ള കേസ്. പുതിയതായിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രേഡർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ഒരു ലൈഫ്, അവരുടെ ജേണി എങ്ങനെയായിരിക്കണം? അപ്പം നമ്മളും ഈ ഒരു ജേണി കൂടെയൊക്കെ കടന്നു വന്ന ആൾക്കാരാണ്, നമ്മൾ ഒത്തിരി മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു റൈറ്റ് ട്രാക്ക് എങ്ങനെയായിരിക്കണം എന്നാണ് തോന്നിയിരിക്കുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആവാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ലിക്വിഡിറ്റിക്ക് വേണ്ടിയാണ് ബൈയിങ്ങും സെല്ലിങ്ങും അതിൻ്റെ അകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് അവന്യൂസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, പല ഇൻസ്ട്രുമെൻസും ഉണ്ട്. അപ്പോൾ ആളുകൾ അതിലേക്കാണ് കൂടുതൽ മോട്ടിവേറ്റഡും അത് ആ ക്വിക്ക് മണി കാണുമ്പോൾ അതാണ് ചെയ്യാൻ കൂടുതൽ ഇത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഓക്കെ, ഇതിനെക്കുറിച്ച് ഷെയർസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് പറയാൻ പറ്റൂലെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്നാണ്. എന്നാൽ പോലും ഇതേവരെയും ആർക്കും പൈസ നഷ്ടപ്പെട്ടിട്ടില്ല മ്യൂച്വൽ ഫണ്ടിൽ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു വരി കേട്ടതുകൊണ്ട് മാത്രം മ്യൂച്വൽ ഫണ്ടിൽ 10 വർഷമായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം മലയാളീസിന് പ്രത്യേകിച്ച് ഗ്യാരണ്ടീഡ് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ട്. ഓക്കെ, പക്ഷേ എത്ര ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞാൽ ഒരു 7% എന്ന് പറഞ്ഞാലും അവർ ഹാപ്പിയാണ് ആ ചെറിയൊരു റിട്ടേണിന് വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് 7 years ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ ഇതേവരെ ലോസ് വന്നിട്ടില്ല. പിന്നെയും മ്യൂച്വൽ ഫണ്ടിൽ ലോസ് ഉള്ള ആൾക്കാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് താഴ്ച കാണുമ്പോൾ വിട്ടിട്ട് പോകാം. ആരും ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അല്ലെങ്കിൽ ഹേർഡ് മെൻറ്റാലിറ്റി,
വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ലോസ് ഉണ്ടാക്കാറ്. അപ്പോൾ ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സാണ്. മ്യൂച്വൽ ഫണ്ട്സ് എന്തായാലും ചെയ്യണം. മ്യൂച്വൽ ഫണ്ട് ചെയ്തതിൻ്റെ ശേഷം സ്റ്റോക്സിൽ കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്ക് സ്റ്റോക്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു 30-40 കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ആവുന്നത്. അപ്പോൾ ഡിവേഴ്സിഫിക്കേഷൻ ഉണ്ട്, റിസ്ക് വളരെ കുറവാണ്. ഷെയർസിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസിൽ നമുക്കൊരു സാധാരണ ഒരാൾക്ക് ഷെയറിൻ്റെ പ്രൈസിങ് ലോങ് റണ്ണിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സ്റ്റോക്കിന് വില 100 രൂപയാണെങ്കിൽ ചിലപ്പോൾ ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ 500 രൂപയാവും. പക്ഷെ ഒരു 6 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പനി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സൈക്കിൾസ് ഒരു നോർമൽ ഇൻവെസ്റ്ററിന്, അത് ട്രാക്ക് ചെയ്യുന്ന ആൾക്കാർ ഡെയിലി ന്യൂസും ട്രാക്ക് ചെയ്യണം, അതേപോലെ തന്നെ റിസൾട്ട്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നവർക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് അത് അറിയില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് പ്രൊഫഷണലി മാനേജ്ഡ് ആണ്. ആൻഡ് ആ ഫണ്ട് മാനേജേഴ്സ് ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തിട്ടാണ് ഇത് ആക്റ്റീവ്ലി മാനേജ് ചെയ്യണത്. അപ്പോൾ ഒരു നോർമൽ ഇൻവെസ്റ്ററിന് അത് മാത്രം ചെയ്താൽ മതി. പഠിക്കാനും അതേപോലെ തന്നെ ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കമ്പനീസ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റർ വരണം. ഈ ഇൻവെസ്റ്റർ എന്നുള്ളത് എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് തന്നെയല്ലേ? ഇപ്പോൾ നമ്മൾ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നോക്കുമ്പോൾ അവർ പണ്ട് എൻ്റെ വീട്ടിൽ പ്ലാവ് മാവൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു ശീലമൊന്നുമില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മളൊരു തലമുറ ഇന്ന് മാവ് നട്ടാലും നാളെ മാങ്ങ കിട്ടും. അതാണ് ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ 30 കൊല്ലം കഴിഞ്ഞ് 1 കോടി രൂപ കിട്ടി, ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ്. 30 കൊല്ലം കഴിഞ്ഞ് 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് പല്ലിമിഠായി മേടിക്കാൻ പോലും തികയില്ല എന്നുള്ള കമൻസ് സനൂപിന് ഇഷ്ടമായി ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ, നാളെ ഒന്നും കിട്ടൂലല്ലേ, ഇത്രയും കുറച്ച് റിട്ടേൺ അല്ലേ ഉള്ളൂ എന്ന് പറയുന്നവരുടെ അടുത്ത് വളരെ സിമ്പിളായിട്ട് സമയം എന്ന് പറഞ്ഞാൽ ചറപറാന്ന് പറഞ്ഞ് പോകും. നമ്മുടെ മൈൻഡിന് നമുക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻ പെട്ടെന്ന് മൈൻഡിൽ കൂടെ ചെയ്യാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ മതി, എത്ര നാൾ മുമ്പായിരുന്നു കൊറോണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല, 3 വർഷം കഴിഞ്ഞു അറിയില്ല. അതാണ് ഒരു ഫാക്ടർ. അപ്പോൾ ആ 10 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 10 ഇയേഴ്സ് പറഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ട് തോന്നെങ്കിൽ പോലും എല്ലാം പെട്ടെന്നായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ 10 ഇയേഴ്സ് ആവും. ഈ കാൽക്കുലേഷൻ, ഇന്ന് പറയുന്ന കാൽക്കുലേഷൻ, അത് റിയാലിറ്റി ആയിട്ട് ആ ടൈമിൽ കിട്ടുമ്പോൾ നമുക്കൊരു വെൽത്താണ്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇത് ആ ടൈമിലല്ലേ കിട്ടുള്ളൂ, ഇപ്പോൾ ആ ടൈമിൽ കിട്ടിയിട്ടെന്താ, ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഇത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളില്ലെങ്കിലും ഇത് നമ്മുടെ നെക്സ്റ്റ് തലമുറയ്ക്ക് പോകും, അല്ലാതെ ഇത് ഇല്ലാതെ പോയൊന്നുമില്ല. അതെ, ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണ്, ഒരു ട്രേഡർ പോയിന്റ് ഓഫ് വ്യൂവിലല്ല സനൂപ് എല്ലാം കാണുന്നതിന് കൃത്യമായിട്ട് ആ ഓരോ വാക്കുകളിൽ നിന്ന് ക്ലിയറാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡർ എന്നുള്ളൊരു സെറ്റപ്പ്, ഒരു ഓപ്ഷൻ ട്രേഡറിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എന്താ തോന്നുന്നത്? ഡേറ്റ ഇറ്റ് സെൽഫ് ഷോസ്. ഇത്ര കൊല്ലം ട്രേഡ് ചെയ്ത ഡേറ്റ, ഇപ്പോൾ സെറോദയുടെ ഫൗണ്ടറും പറഞ്ഞിട്ടുണ്ട്, ഔട്ട് ഓഫ് ഇത്ര പേര് ട്രേഡ് ചെയ്തതിൽ ഹാർഡ്ലി ഇത്ര പെർസെൻറ്റേജ്, 4 or 5 ആ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരാണ് FDനെയും കാട്ടി കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത്. ബാക്കി 96% ആർ ഇൻ ലോസ്. ഈ FNO ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നമ്മളൊക്കെ ഇപ്പോഴും ലോഗിൻ ചെയ്യുമ്പോൾ സെബി പറയണ പോലെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സിഗരറ്റ് വലിയ ഹാനികരം എന്ന് പറയുന്ന പോലെ ഓപ്ഷൻസ് ചെയ്തിട്ട് ഇത്രയും പേര് കാശ് കളഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് വരും. പക്ഷേ ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഗാംബ്ലിംഗ് ഒരു ഇത് വരും. ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ബൈ ചെയ്യുന്ന ആൾക്കാർക്ക്, പെട്ടെന്ന് കുറച്ച് ബൈ ചെയ്യുന്നു, സെക്കൻഡ്സിൽ റേറ്റ് കൂടുന്നു, 10,000 20,000 പ്രോഫിറ്റ് ആവുന്നു, കിട്ടും, ഒരു ഡൗട്ടും ഇല്ല, കിട്ടും. പക്ഷേ ആ ഗാംബ്ലിങ്ങിൻ്റെ ഒരു ടിഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ എമൗണ്ട് വീണ്ടും ഇടും. ആ സമയത്ത് തലയൊന്നും വർക്ക് ചെയ്യില്ല. ആ സമയത്ത് തലയൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും ഇടും, അത് പോകും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗാംബ്ലിംഗ് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ വേറെ ഇൻ്റർനാഷണൽ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ഗാംബ്ലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗാംബ്ലിംഗ് സെൻറ്റേഴ്സിന് നമ്മൾ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഗാംബ്ലിംഗ് ബോർഡിൽ ആ പൈസ ഒരു ഹോളിൽ കൂടെ ഇട്ടിട്ട് അത് അടച്ചു കളയും. ഇത് നേരെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോവാം. നമുക്ക് ഗെയിം കളിക്കാനായിട്ട് കോയിൻസാണ് തരാം. ആ കോയിൻസിന് നമുക്ക് ഇമോഷണൽ വാല്യൂ ഉണ്ടാവില്ല, കാരണം പൈസ ഓൾറെഡി മാറിക്കഴിഞ്ഞു. ജയിച്ചാലും നമുക്ക് കോയിൻസാണ് തിരിച്ചു തരാം. ഈ കോയിൻസ് വേണമെങ്കിൽ നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ആ കൺവേർട്ട് ചെയ്യണ ക്യൂവിൽ ആരും ഉണ്ടാവില്ല. നമുക്ക് ഈ പൈസ ഉണ്ടാക്കി എന്നുള്ള സന്തോഷമല്ല, ജയിച്ചെന്നുള്ളതിൻ്റെ ഒരു ലഹരി, അതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ഉള്ള ഒരു കുറച്ച് മീറ്റിങ്സിലൊക്കെ കേട്ട പോലെ തന്നെ ഓപ്ഷൻസ് നമുക്ക് റിസ്ക് ഇല്ലാതെ 1% പെർ മന്ത് ഉണ്ടാക്കാം. ഓക്കെ, ഒരു കൊല്ലം എത്രയും 12% അത്രയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ വെറുതെ ചെയ്താൽ മതി, ഒന്നും നോക്കണ്ട, നമുക്ക് 12%ൻ്റെ മുകളിൽ CAGR റിട്ടേൺസ് മാർക്കറ്റ് ഇത്ര അടിപൊളിയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും.
ഒന്നും നോക്കണ്ട, ഏറ്റവും വാല്യുബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓപ്ഷൻസ് ഇപ്പോൾ സുനിലും ഓപ്ഷൻസ് ചെയ്യാറുണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനത്തിന് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഈ 1% കിട്ടുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്, ആ സ്കില്ല് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സ്കില്ലിൽ നിന്ന് കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്യണതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ ഈ ഒരു കരിയറിൽ ഇരുന്ന് എത്ര സമയമാണ് ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ജോലിയുടെ ഇടയ്ക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓക്കെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് പുതിയൊരാൾക്കാർ ഇത് ഒറ്റടി 6 മാസം കൊണ്ട് എങ്ങനെ BMW മേടിക്കാം എന്ന് കരുതി അതിലാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് നല്ല ലക്ഷറി കാസിൽ കാണിച്ചുകൊണ്ടും അതേപോലെ തന്നെ വലിയ അങ്ങനെ അതിൽ വീണു പല ആൾക്കാരും. അത് ഈ ബിസിനസ് മാത്രമല്ല, എല്ലാ MLM ബിസിനസ്സൊക്കെ വർക്ക് ചെയ്യണത് ഈ സൂട്ടും കോട്ടും കാരണമാണ്. ഈ MLM വർക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് സെല്ല് ചെയ്യുന്നത്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകളും അങ്ങനെ തന്നെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് പഠിക്കണതിന് യാതൊരു തെറ്റുമില്ല, കോഴ്സസ് പഠിക്കാം, ഏതൊരു ഇൻഫർമേഷനും നമുക്ക് നല്ലതാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി നമ്മളത് ട്രേഡ് ചെയ്യണമെങ്കിൽ അത് രണ്ടാമത് ആലോചിക്കാം, ട്രേഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ എഡ്യൂക്കേഷൻ പർപ്പസിന് ഇത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പം. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, 5,000 റുപ്പീസിന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തവന് 50 ലക്ഷം കൊടുത്താൽ അവൻ കാശ് ഉണ്ടാക്കില്ല. അപ്പോൾ സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെറിയ എമൗണ്ടിന്. അത് വേണമെന്നുള്ളത് നോക്കുക, ഇല്ലേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാതിരുന്ന് നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്താൽ കൂടുതൽ പൈസ ഏൺ ചെയ്ത് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് ഇപ്പോൾ നമുക്കറിയാം 500 രൂപ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 500 രൂപ ചെയ്ത് എന്ത് കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. നമ്മളത് തന്നെയാണ് എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ചെറുതാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യൂ. ആ ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രാക്കിൽ കൂടെയൊക്കെ വരികയാണ്. പക്ഷേ നമ്മൾ കേരളത്തിലെ ടോട്ടൽ ഓഡിയൻസിന് നോക്കുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ MLM സ്കാം നടക്കുന്നത്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ സ്കാം നടക്കുന്നത്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് സ്കാം നടക്കുന്നത് എന്നൊക്കെയാണ്. എന്നാലും ഇവിടെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെടുന്നത് മ്യൂച്വൽ ഫണ്ടുകളോ ഇതൊന്നുമല്ല, മറ്റ് പലതുമാണ്. ഇപ്പോൾ ചിലപ്പോൾ മിസ്ലീഡായിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പേരിൽ ഇൻഷുറൻസ് പോളിസികൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഇൻഷുറൻസ് ആണ് വേണ്ടത്, എത്ര മ്യൂച്വൽ ഫണ്ട് വരെ ആകാം, മാസം എത്ര ശതമാനം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇത് ബേസിക്കലി ഒരു ബേസിക്കായിട്ട് വേണ്ട 3 സാധനങ്ങൾ. ഒന്ന് എമർജൻസി ഫണ്ടാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുൾ ടൈം ജോബ് ഉണ്ടാവും, ജോബിൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോൾ കോവിഡ് പോലത്തെ വേറെ എന്തെങ്കിലും പ്രതിസന്ധി വരാം, അല്ലെങ്കിൽ ജോലി പോവാം, സിമ്പിളായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവർ ഒരുപാട് ലോൺസും കാര്യങ്ങളും എടുക്കും, ഒരുപാട് ലയബിലിറ്റി ഉണ്ടാവും. ജോലി പോയി കഴിഞ്ഞാൽ ഈ ലയബിലിറ്റിയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്ത ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഓൾറെഡി കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള കാരണം നമുക്ക് വലിയ രീതിയിൽ സാലറി ജീവിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല കുറേ നാളത്തേക്ക്. അപ്പോൾ എമർജൻസി ഫണ്ട് സാധാരണ ഒരു 6 മാസത്തെ എക്സ്പെൻസ് അല്ലെങ്കിൽ 6 മാസത്തെ ഇൻകം നമ്മൾ എപ്പോഴും വേറൊരു ബാങ്ക് അക്കൗണ്ടിൽ എടുത്തു വെക്കാൻ തൊടാൻ പാടില്ല. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം. നമ്മൾ എത്ര സൂക്ഷിക്കുന്ന ആളാണെങ്കിലും സൂക്ഷിക്കാത്ത ആളാണെങ്കിലും നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പൈസ വെച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡ് ഒരു സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹൈ സം ഇൻഷുർഡ് വെച്ചിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നേരത്തെ നമ്മൾ യങ് ആയിട്ടുള്ള സമയത്ത് തന്നെ എടുത്തു വെക്കുക. കാരണം നാളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് സാധാരണ ഒരു ചിന്താഗതിയുണ്ട്, അതായത് പ്രായമായിട്ടുള്ളവർക്കാണ് അസുഖങ്ങൾ വരുള്ളൂ എന്നൊക്കെ ഒരു കാര്യം. പക്ഷേ കോവിഡിന് ശേഷം അത് മാറി. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഏജ് എന്ന് പറഞ്ഞാൽ 40 തൊട്ട് 50 വയസ്സ് വരെ. ഏറ്റവും കൂടുതൽ കാർഡിയാക് അറസ്റ്റ്, അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയേഴ്സ്, ഇതൊക്കെ കോവിഡിന് ശേഷം ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് പ്രത്യേകിച്ച് കുറച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, യങ്സ്റ്റേഴ്സിനുള്ള റിസ്ക് ഇല്ല. അപ്പോൾ നേരത്തെ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് ഹെൽത്ത് കൺസേൺസ് വന്നാലും അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകും. പിന്നെ മൂന്നാമത്തെ സാധനം, അത് ഏർണിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ, ടേം ഇൻഷുറൻസ്. ഒരുപാട് വലിയ ലോൺസോ വീടൊക്കെ ലോണിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നമ്മളായിരിക്കും സോൾ ബ്രെഡ് വിന്നർ. ഫാമിലിയിൽ ചിലപ്പോൾ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സേഫായിട്ട് പോകണം. ആ ടൈമിൽ ഒരുപാട് ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീട് പോവും, അല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ സം ഇൻഷുർഡ്, നമ്മുടെ ഇൻകമിൻ്റെ 20 ടൈംസ് വരെ നമുക്ക് ടേം ഇൻഷുറൻസ് കിട്ടും. ആ ടേം ഇൻഷുറൻസും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ഇതിലേക്ക് നമുക്ക് മാറാം.
ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ആൾക്ക് വേണ്ടത്, നിർബന്ധമായിട്ട് വേണ്ടത്. ഇതൊന്നും ഇല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്കായി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി ആ ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടിക്കും. അത് ചെയ്തത് വെറുതെ ആയി. ശരി, ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് കിടക്കട്ടെ എന്നാരും പറയില്ല. അപ്പോൾ മെഡിക്കൽ ക്ലെയിം എന്തായാലും ഉണ്ടാവണം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഡേറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ FDs കേരളയിൽ ഒരുപാട് FDs ഉണ്ട്. ഏറ്റവും കൂടുതൽ FDs ബ്രേക്ക് ആയിരിക്കുന്നത് ഈ ഹെൽത്തിൻ്റെ റീസൺകൾക്ക് അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടി വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ്. പക്ഷേ ഒരു സാധാരണ ജോലിക്കാരൻ വിചാരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഒരു 6,000-7,000 രൂപയൊക്കെ ഉള്ളൂ ഒരാൾക്ക് എടുക്കാനായിട്ട്. എല്ലാവരും അത് എടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് മാൻഡേറ്ററി, ഗവൺമെൻറ് സൈഡിൽ തന്നെ മാൻഡേറ്ററി ആക്കാൻ വേണം. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്ര അധികം പോപ്പുലേഷനൊക്കെ ഉള്ള കാരണം അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കൊണ്ടുവരാനായിട്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ്സ് 18% GST ഉണ്ട്, ഇപ്പോൾ കുറക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ആക്ഷൻസ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. പിന്നെ ഒരുമിച്ച് പൈസ എടുക്കാനില്ലാത്തവർക്ക് EMI സ്കീംസിലും ഈ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ ആദ്യം അത് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ നമുക്കൊന്നും വരൂല എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു എല്ലാവർക്കും. കോവിഡിന് ശേഷം അത് മാറിക്കിട്ടി. അപ്പോൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർ മടിക്കും. ഇതെന്തിനാണ് ഞാൻ ഇത്രയും പേ ചെയ്യണത്, എനിക്കൊരു ആവശ്യവും വരൂലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ആരും ബാർഗെയിൻ ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ പോകണം, ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വേണം, അതെല്ലാം വേണം. പക്ഷേ ആ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴും ഒരു മടിയുള്ള ആൾക്കാർ. നമുക്ക് ശരിക്കും സന്തോഷിക്കാൻ വേണ്ടത് ഇത്രയും നാളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോവാത്ത ഒരു ഭാഗ്യവന്മാരാണ്. പക്ഷെ വിഷമിക്കുന്ന ആൾക്കാർ നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും നാൾ ഞാൻ പൈസ അടച്ച് ഞാൻ ഇതുവരെ ഉപയോഗം വന്നിട്ടില്ല. ശരിക്കും സന്തോഷിക്കല്ലേ വേണ്ട, പക്ഷേ ആൾക്കാർക്ക് വിഷമമാണ്. ഇനി എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പല സ്ഥലത്തു നിന്ന് കത്താൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആഫ്റ്റർ കോവിഡ് എറ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് മിസ്ലീഡിങ് ആയിട്ടുള്ള മിസ് സെല്ലിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻസിലോട്ടൊക്കെ ഒത്തിരി, കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റ് വിൽക്കപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. എന്തെങ്കിലും റെഗുലേഷൻസ് വരുന്നത് വരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്തിനും കോച്ചിങ്ങും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യണത് ഹൗ ടു മേക്ക് മണി എന്നുള്ള. പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കണതിന് നല്ലൊരു മാർക്കറ്റും ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും ഇതിപ്പം നമുക്ക് സ്വന്തം അറിയണമെങ്കിൽ സ്വന്തം ചെയ്താൽ പോരെ എന്നുള്ളൊരു. പക്ഷേ എഡ്യൂക്കേഷനിലൂടെ പല മിസ്സെല്ലിങ്ങും നടക്കുന്നുണ്ട്. പ്രൈമറിലി ഇതിലൊക്കെ പെടുന്നത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. ഇപ്പോൾ ഞാനടക്കം നമ്മളൊരു 2013, 2012 ആ ടൈമിലൊക്കെ നമ്മൾ ഈ സ്റ്റോക്സിലേക്കൊക്കെ വന്ന ടൈമിൽ ആദ്യം തന്നെ സെർച്ച് ചെയ്യും, ഫ്രീ ടിപ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് ടിപ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. അപ്പോൾ കറക്റ്റ് ടാർഗറ്റാണ്. ഒരുപാട് പ്രോഫിറ്റൊക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാർ മിസ്സെല്ല് ചെയ്യും, അതിൻ്റെ അകത്തേക്ക് പെട്ടുപോണതിന് കുഴപ്പമില്ല, ഒരു പ്രാവശ്യം പെടാൻ പാടുള്ളൂ, പിന്നെ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അതെ. അപ്പോൾ ഞാൻ ഇത് പഠിപ്പിക്കാത്ത സ്ഥലങ്ങളിൽ നന്നായി പഠിപ്പിക്കുന്ന ഇതുണ്ടാവും. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ പൈസ വെച്ചിട്ടാണ് പോവുക. അപ്പം ആ റിസ്ക് മാത്രം എടുക്കാം. അതാണ് ഒരു ഇത് പറയാനുള്ള. പിന്നെ ഇത് മാത്രമല്ല, ഇതും ഈ എഡ്യൂക്കേഷൻ നോട്ട് ജസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ്, പല കാര്യങ്ങളിലും എഡ്യൂക്കേഷനിൽ മിസ് സെല്ലിംഗ് നടക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ആ ക്രെഡിബിലിറ്റി നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. നല്ല എന്താ പറയുക, ഏതാണ് ബെസ്റ്റ് എന്ന് അതും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ചെയ്ത ആൾക്കാരോട് റിവ്യൂസ് ചോദിക്കാം. അങ്ങനെ ഇപ്പോൾ ആ കോഴ്സ് എടുത്ത ആൾക്കാർ റിവ്യൂസ് ചോദിക്കാം. പിന്നെ ആളുടെ ക്രെഡിബിലിറ്റി നോക്കാം, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒത്തിരി കാര്യമുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിപ്പോയി. അതായത് ഫ്രീ ബ്രോക്കറേജ്, 20 rupees പെർ ഓർഡർ, ഇതൊക്കെ വന്നു. അപ്പോൾ പണ്ടത്തെ കൂട്ട് പെർ ലോട്ടിന് 50 rupees പെർ ലോട്ടിന് 100 ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്ര ആൾക്കാരൊന്നും വരില്ലായിരുന്നു. ഡെഫിനറ്റ്ലി വരില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ട്രേഡ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒക്ടോബർ മാസം 2009 4 ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ വാങ്ങിച്ചിട്ടാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി. 2009 അന്ന് ഫെഡറൽ ബാങ്കിന് അന്ന് 254 രൂപയാണ്. പക്ഷേ ഫേസ് വാല്യൂ 10,000. ഇപ്പം 2 ആയി. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, 5 രൂപ കൂടി. അന്നൊന്നും ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കണേന് കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കണോ, പൈസ ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നോ, ഞാനിത് എന്തിനാണ് ബിടെക് പഠിച്ചതെന്ന് വരെ ആലോചിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയിട്ട് ടിപ്സ് ഉണ്ടോ എന്നൊക്കെ പോയി സെർച്ച് ചെയ്യും. അങ്ങനെ പൈസ പോകാൻ തുടങ്ങി.
2009 തൊട്ടിട്ട് 2013 ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. 4 കൊല്ലം കഴിഞ്ഞിട്ട്. അത് എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അന്ന് ഓപ്ഷൻസ് ചെയ്യണമെങ്കിൽ അന്ന് ട്രഡീഷണൽ ബ്രോക്കേഴ്സ് മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ ഒരു ലോട്ടിന് 150-300 രൂപയൊക്കെ ചാർജ് ചെയ്യും. ആ സ്ഥിതിയിൽ തന്നെയാണ് ഒരു ലോട്ടിന് പകരം ഒരു ഓർഡറിന് ഇന്ന് പല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് 20 രൂപ വെച്ച് ചാർജ് ഫ്രീ ആണ്. പല ചിലതിൽ ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ എൻട്രി കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ഇപ്പോൾ ബിഗിനേഴ്സായിട്ട് പൈസ കുറച്ച് കുറവുള്ളവർ ഇതിനകത്തേക്ക് വരില്ല. ബിഗ് പ്ലെയേഴ്സ് ഗെയിമായിട്ട് ഇത് നടക്കും. പക്ഷേ ഈ 10 ഇയേഴ്സിൽ ഇങ്ങനത്തെ ഒരു വ്യത്യാസം വന്നു. ഇനിയും വേണമെങ്കിൽ ചിലപ്പോൾ മാറാം. പക്ഷേ പലരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇസ് ഫൈൻ, സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഓൾസോ ഫൈൻ. പക്ഷേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇഫ് യു ആർ വെരി സീരിയസ് ഓൺ ടു ഇറ്റ്, ഫുള്ള് പഠിച്ചിട്ട് പൈസ ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുക. അല്ലെങ്കിൽ ആ പൈസ ഉള്ളത് പോകുന്നു മാത്രമല്ല അവൻ്റെ ഇടപാടേ തീരും. അപ്പോൾ ഇത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇറ്റ് ഇസ് ലൈക്ക് എ ബിസിനസ്. നമ്മൾ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവാം. അതേപോലെ തന്നെ ബിസിനസ്സിന് നഷ്ടം വന്നാൽ സാധാരണ ലിസ്റ്റഡ് കമ്പനീസൊക്കെ എന്താ ചെയ്യുക, ലോൺ എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പൈസ ഇടാനുണ്ടാവും. അപ്പോൾ പൈസ ഇടാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി വേണം. ഇല്ലാത്ത ആൾ ആ പൈസ ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുള്ളൂ. എന്നാലും ബോധം വരാത്ത ആളുകളുണ്ട്. വീണ്ടും എവിടെയെങ്കിലും നിന്നൊക്കെ പൈസ എടുത്ത് വീണ്ടും ആ പോയ പൈസ ഇതിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയിൽ വീണ്ടും കയറും. ചിലപ്പോൾ ആൾ അതിൽ നിന്ന് തന്നെ ഇല്ലാതെ ഇപ്പോൾ പല ആൾക്കാരും ലോണും അതുമൊക്കെ എടുത്തിട്ടാണ് ഈ ഓപ്ഷൻസ് ഇതൊക്കെ ചെയ്യണം. പിന്നെ പൈസ പോയാൽ പുറത്ത് പറയൂല, നാണക്കേടാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ഇഫ് യു ആർ സോ കീൻ ഇൻ ഡൂയിങ് ഇറ്റ് ചെയ്യാം. എല്ലാം പഠിച്ചുകൊണ്ട് എല്ലാം റിസ്ക്കും മനസ്സിലാക്കിക്കൊണ്ട്. അല്ലെങ്കിൽ ചെയ്യേണ്ട, മാറി നിൽക്കാം. അപ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വലിയ ഈസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഓപ്ഷൻസ് ഇതൊന്നും തുടരുതെന്ന് തന്നെ പറയും. എന്തിനാണ്? നെവർ ഡു ഇറ്റ്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. നെവർ ഡു ഇറ്റ്. ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ്. അങ്ങനെയാണ് പറയാം. അല്ലേ ഈസ് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പൊറിഞ്ചൂരിൻ്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും മാർക്കറ്റിലോട്ട് നോക്കുന്ന പോലും ഉണ്ടാവില്ല അദ്ദേഹമൊന്നും. ആ ഒരു സ്റ്റൈലിലോട്ട് വേണമെങ്കിൽ നമുക്കൊരു വലിയ ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ് പലരുടെയും പ്രോബ്ലം. അപ്പോൾ ആ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇതിലേക്ക് വരുന്നത്, ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ 500 rupees എന്ന് പറഞ്ഞല്ലോ, അതും ചെറുതാക്കി ഇപ്പോൾ മൈക്രോ SIPs ഉണ്ട്. 100 രൂപയേ ഉള്ളൂ. 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് പറഞ്ഞ പോലെ പൈസ ഇങ്ങനെ കൂടണ കാണുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട്സിനെയും കാട്ടി കൂടുതലാണ് നാട്ടിലെ നെറ്റ്ഫ്ലിക്സും അതേപോലെ തന്നെ ഗാംബ്ലിംഗ് ആപ്സിൻ്റെയൊക്കെ ഡൗൺലോഡ്സ് വന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ എനിക്കൊരു പുതിയൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ അണ്ടറിൽ തന്നെ F&Oൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ട് തുടങ്ങണം എന്നുള്ളൊരു പേപ്പർ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. മിനിമം ടിക്കറ്റ് സൈസ് 10 lakh വെച്ചുകൊണ്ട് F&Oയിൽ ഹെഡ്ജ് ഫണ്ട് പോലെ വർക്ക് ചെയ്യുന്നൊരു സെറ്റപ്പ് വരുന്നു. അപ്പോൾ അതൊക്കെ വരികയാണെങ്കിൽ മാനുവലി F&O ചെയ്യുന്നെങ്കിൽ നിർത്തി ആളുകൾ ചിലപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യും. അവിടെയും വെച്ചിരുന്ന ടിക്കറ്റ് സൈസ് 10 lakh ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ ആൾക്കാർ ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല 15,000-ലോ 25,000-ലോ ഒക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നേരെ മ്യൂച്വൽ ഫണ്ടിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാ ഫണ്ട് ഹൗസുകളും, കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എല്ലാ ഫണ്ട് ഹൗസുകളിലും മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ അകത്തുള്ള ഫണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കോമൺ സ്റ്റോക്കുകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ഇങ്ങനെ സ്മോൾ ക്യാപ്പ് എടുത്തതുകൊണ്ടോ മിഡ് ക്യാപ്പ് എടുത്തുകൊണ്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിനെ വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യും? സാധാരണ ആൾക്കാർ ഇപ്പോൾ ഇതിനാണ് ഞാൻ പറയണത്, ഒരു ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ എപ്പോഴും ഒരു എക്സ്പേർട്ട് ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായത്തോടെ ചെയ്യാന്നുള്ളത്. മിക്ക ആൾക്കാരും ഇപ്പോൾ ഡയറക്റ്റ് ഫണ്ട്സ് ഒക്കെ ഉള്ള കാരണം മൊബൈൽ ആപ്പ് ത്രൂ സ്വന്തമാണ് ചെയ്യാറ്. അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഗൂഗിളിൽ ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 5 ഫണ്ട് അങ്ങോട്ട് ചെയ്യും. SIP ആയിട്ട് ചെയ്യും, ചിലപ്പോൾ ലംസമായിട്ട് എമൗണ്ട് ചെയ്യും. പക്ഷേ ഈ 5 ഫണ്ട്സിന് എന്തുകൊണ്ടാണ് ഈ 5 ഫണ്ട് ടോപ്പ് പെർഫോമിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ടാണ്. അപ്പോൾ ആ 5 ഫണ്ട് ഒരു ചീത്ത സമയം വരുമ്പോൾ ഈ 5 ഫണ്ടും അണ്ടർ പെർഫോം ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ ഈ കോവിഡിന് ശേഷം വന്ന ആളുകൾ പലപ്പോഴും ഇത് കണ്ടിട്ടില്ല. കാരണം മാർക്കറ്റ് താഴെ പോയിട്ടില്ലെങ്കിലും സ്റ്റഡി ആയിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളൂ. ഏത് ഫണ്ട് ചെയ്താലും പ്രോഫിറ്റില്ല. പക്ഷേ ഇതാണ് കോമൺ മിസ്റ്റേക്ക്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ടോപ്പ് പെർഫോമിംഗ് ഫണ്ട്സ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ഫണ്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഗോളിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുക. അതായത് സംതിങ് ലൈക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞിട്ട് മോളുടെ കല്യാണമുണ്ട്, ഇത്ര എമൗണ്ട് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ആ എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ കൊല്ലം എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ റിട്ടേൺ ഉണ്ടാക്കണം, ആ പെർസെൻറ്റേജ്
മാത്രം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് സെലക്ട് ചെയ്യേണ്ട ഒരു ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഫണ്ട്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഫണ്ട് നല്ല ഹൈ പെർഫോമർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫണ്ട് നെഗറ്റീവ് പെർഫോമൻസ് തരും. പക്ഷേ അതിൻ്റെയൊക്കെ നെറ്റ് ആവറേജ് ഒരു 12% ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. അത് എപ്പോഴും ഒരു 6 monthsോ അല്ലെങ്കിൽ ഒരു 12 months കൂടുമ്പോൾ ഒന്ന് റീബാലൻസ് ചെയ്തിട്ട് ആ 12% റിട്ടേൺ ജനറേറ്റ് ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ 10-15 കൊല്ലമാകുമ്പോൾ നമ്മൾ വിചാരിച്ച പൈസ കിട്ടും. അല്ലാത്ത വശം ബെസ്റ്റ് പെർഫോം ഫണ്ട്സ് സെലക്ട് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വേഴ്സ് പെർഫോമൻസ് ആവും, മാർക്കറ്റ് ബെയറിഷ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും ഗൂഗിൾ ചെയ്യും, അപ്പോൾ ആ സമയത്ത് കാണിക്കണ വേറെ ഫണ്ട്സ് ആയിരിക്കും, വീണ്ടും അത് മാറ്റും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ലോസിലാവുക. ഒരു ഗോളും ഇല്ലാതെ ജസ്റ്റ് ഗൂഗിളിൽ ചെയ്തിട്ട് ഇത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും അതിൻ്റെ എല്ലാ മിക്സ്ചർ ഉണ്ടാവും. അത് മാത്രം ചെയ്ത് വെച്ചാൽ മതി. അത് ലോങ് റണ്ണിൽ ഡെഫിനറ്റ്ലി ഒരു മോർ ദാൻ 12% ഷുവറായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു കേസ്. അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മളിപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ കമൻറ്റ് വരാറുണ്ട്, ഇതൊന്നും ഇമ്പോസിബിൾ ആണ്, 100 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ 1 കോടി ആകാനാണ്. ഞാനങ്ങനെ പറയാറുണ്ട്, ഡെയിലി 100 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മാസം 3000 അല്ലെങ്കിൽ ഒരു 5000 വെച്ചിട്ടിട്ട് ഒരു 25 years അല്ലെങ്കിൽ ഒരു 30 years കഴിയുമ്പോൾ അത് 1 കോടി രൂപയാകും എന്ന് പറയാറുണ്ട്. സനൂപ് ഈ ഫീൽഡിൽ കുറച്ച് സമയമായ ആളാണ്. ഇത് ശരിക്കും ഒത്തിരി ഇങ്ങനെ ആകുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് ഡേറ്റയിൽ കണക്ക് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം മനുഷ്യന്മാർക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട്. 30 കൊല്ലം എന്ന് കേൾക്കുമ്പോൾ 30 കൊല്ലം എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ 10 വയസ്സായ സമയത്ത് നമ്മൾ ആലോചിക്കുമല്ലോ 30 കൊല്ലം ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരുപാട് ടൈം ഉണ്ടെന്ന് തോന്നി. ഇതേ ഇപ്പോൾ നമുക്ക് 30 വയസ്സായി. ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരിത് നമ്മുടെ മൈൻഡിനില്ല. അതാണ് ഒരു സംഭവം. അപ്പോൾ ഇത്ര കൊല്ലം ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ്. അതിൻ്റെ പഴയ ഡേറ്റ നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ 50% മാർക്കറ്റ് ഇടിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. എല്ലാവരും പാനിക്കായിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഈ പരിപാടി ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അന്ന് ക്ലയൻസൊക്കെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്തത്? ഇപ്പോൾ 2017 മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് വരും. 2019 കോവിഡ് ടൈം, 2020 മുന്നേ അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ആ സമയത്ത് ഈ മാർക്കറ്റ് ഡൗൺ ഇത് വന്നല്ലോ, ലോ സർക്യൂട്ട് വന്ന ടൈമിൽ 2017 ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവർ നോ പ്രോഫിറ്റ് നോ ലോസ് അങ്ങനെയായിരുന്നു. ബ്രേക്ക് ഇവൻ പോയിന്റിലായിരുന്നു. ഒരുപാട് പേര് പേടിച്ചിട്ട് പൈസ വിഡ്രോ ചെയ്ത് പോയി. എസ്പെഷ്യലി ഡോക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ക്ലയൻസ് ഉണ്ട്. അവർക്ക് കോവിഡ് എന്ന് കേട്ടപ്പോൾ അവർ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിപ്പോൾ ലോക അവസാനമാണെന്നുള്ള രീതിയിൽ പൈസ എടുത്തുകൊണ്ട് പോയി. പിന്നീട് ഒന്ന് താഴേക്ക് പോകുമ്പോൾ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതേവരെയും അവർക്കൊരു എൻട്രി ടൈം കിട്ടിയിട്ടില്ല എന്നാണ് സാരം. നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ വേണ്ട ഒരൊറ്റ സാധനമാണ് പേഷ്യൻസ്, ക്ഷമ വേണം. ഡൗൺ സൈഡ് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷിക്കുകയാണ് വേണ്ട. കാരണം ആൾക്കാർ ഈ ആപ്പിൽ നമ്മൾ ഈ പച്ച കളർ കണ്ടിട്ട് നമ്മുടെ മൈൻഡിന് പച്ചയാണ് കൂടുതൽ താല്പര്യം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നവർ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ യൂണിറ്റിനാണ് പ്രൈസ്. ഇപ്പം ഒരു യൂണിറ്റിന് 100 രൂപയാണെങ്കിൽ 1000 രൂപ വെച്ചിട്ട് 10 യൂണിറ്റ് കിട്ടും. മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ യൂണിറ്റിൻ്റെ പ്രൈസ് കുറയും. അപ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും. അപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ സന്തോഷിക്കുക, കൂടുതൽ പൈസ ഇടാം, എനിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളൊരു സന്തോഷിക്കുക, ഇടാം. ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് പിന്നെ വീണ്ടും കയറുമ്പോൾ നമുക്കൊരു ഹ്യൂജ് വെൽത്തായിട്ട് അത് മാറാം. അപ്പോൾ ആ പേഷ്യൻസ് വേണം. പല ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞത്, ആ ടൈമിലാണ് ഈ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നത്, ഹാൻഡ് ഹോൾഡിങ് വരുന്നത്. കാരണം ന്യൂസൊക്കെ തുടങ്ങുമ്പോൾ ഫുള്ള് കോവിഡ്, ഇത്ര മരണം, ഇത് ലോകാവസാനം. പക്ഷേ ആ ടൈമിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഇത് ഓപ്പർച്യൂണിറ്റിയാണ്, വീണ്ടും ഇടാ എന്നാണ് പറയുക. അപ്പം അതിന് വേണ്ടത് ധൈര്യവും വേണം, പൈസയും വേണം, ഇത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരാളും വേണം. അപ്പോൾ അത് അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പം പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു ഒരു 5 times എങ്കിലും 5 times. അതേപോലെ തന്നെ ഇപ്പോഴും ഉള്ള സിനാരിയോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇവൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, മാർക്കറ്റ് പൊട്ടോ ഇല്ലയോ, പീക്കിലാണ്. അപ്പോൾ നമുക്ക് ടൈം ചെയ്യാൻ പറ്റൂല. ഇനി നമ്മൾ പൈസ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ മാർക്കറ്റ് പൊട്ടാം. പക്ഷെ അത് വീണ്ടും വലിയൊരു കയറ്റത്തിനുള്ള ഒരു മുന്നോടി മാത്രമാണ്. അപ്പോൾ ഇത് നോക്കേണ്ട കാര്യമില്ല. പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ, അതിനുവേണ്ടി പൈസ റെഡിയാക്കി എക്സ്ട്രാ വെക്കാം, അത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് 35-40% ഒക്കെ റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ കൊടുക്കുന്നുണ്ട്. ആസ് എ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ആക്ച്വലി ഇതൊക്കെ പോസിബിൾ ആണോ? ശരിക്കും ഇത്രയൊക്കെ അവർ കൊടുക്കുന്നുണ്ടോ?
എൻ്റെ കേസ് ഓക്കെ, അത് ഒരു കമ്പനിയുടെ ഇതാണ്, ഒരു പുതിയതായിട്ട് വന്ന ഒരു ഫണ്ടാണ്. ഓക്കെ, ആൻഡ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു വേറെ കമ്പനീസൊക്കെ. അപ്പോൾ വേറെ കമ്പനീസ് നോക്കുന്ന പല ഫാക്ടേഴ്സ് അവർ നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ടൈം പീരിയഡിൽ അത്രയും റിട്ടേൺസ് കൊടുത്തിട്ടുമുണ്ട്, അത് നമ്മുടെ അവരുടെ ഇതിലും കാണുകയും ചെയ്യാം. അത് മാത്രമല്ല ഈ ഫണ്ട് ഹൗസിന് ഇത്ര ചെറിയ കാലയളവിൽ നല്ലൊരു ഫണ്ട് കളക്ഷനും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഹൈ പെർഫോമൻസ് ചെയ്യുന്ന ഫണ്ട്സ് ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇൻവേഴ്സും സംഭവിക്കാം. അതാണ്, അത് അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ്. ആൻഡ് വേറെ കമ്പനീസ് മടിക്കുന്ന ചില സ്റ്റോക്സിൽ ഇവർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ഒരു കേസ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ബാഡ് റൺ അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ സേഫ് ആയിരിക്കും, ഇവരുടെ കാര്യം ഇത് കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ ആ റിസ്ക് അവരുടെ കോളാണ്. എനിക്ക് വേണം എന്ന് പറഞ്ഞ് എന്ത് പറയും? ഡെഫിനറ്റ്ലി കൊടുക്കും. കാരണം അത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഫണ്ട് അവോയ്ഡ് ചെയ്യല്ല, അവരുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നോക്കും. അപ്പോൾ ഇതാണ് സംഭവം, ഇതിൻ്റെ വിത്ത് ഹോൾഡ് ചെയ്യുന്ന ഫണ്ട്സ് ഇതൊക്കെയാണ് ഷെയർസ്. അപ്പോൾ അത് ആ റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ അവർ ഫണ്ട് പെർഫോമൻസ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയില്ല, ഇതൊരു ബക്കറ്റ് ഓഫ് ഫണ്ട്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫണ്ട് ഇത് പോയി എന്ന് വിചാരിച്ചാൽ അത് അനുസരിച്ചിട്ട് ബാക്കി ഫണ്ട്സ് കറക്റ്റ് ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല അതിന്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഒത്തിരി നോളജ് സനൂപ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ സനൂപിനെ ഞാൻ പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് കാണുകയും അവിടെ നിന്ന് കയ്യോടെ നമ്പർ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയൊക്കെ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി നോളജ് സനൂപിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സനൂപിൻ്റെ ചാനൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഒത്തിരി വീഡിയോസ് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 2017-16 മുതലുള്ള ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വൈബ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ വീഡിയോസ് കൃത്യമായിട്ട് പോയാൽ ആ വീഡിയോസ് അവിടെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഒത്തിരി റീൽസ് സനൂപിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ റീസെൻ്റ് ആയിട്ടൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ഗോൾഡിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ സനൂപ് താങ്ക് യു. അപ്പോൾ ഇനി ഞാൻ വിളിക്കും ഇതുപോലുള്ള അടിപൊളി പോഡ്കാസ്റ്റിന്. സനൂപിനെ ട്രേഡ് ടോക്സിൽ വീണ്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ആൻഡ് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇനിയും വിളിച്ചാൽ വരാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.